യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനം യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരധ്യായമാണിത്. ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് ഈ യുഗാന്തകാലത്ത് ജീവിച്ചിരിക്കുന്ന സകലരും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് ഈ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വായന ആഗ്രഹിക്കുന്നവർക്കായി ഈ സന്ദേശത്തിൻ്റെ ലിഖിത രൂപം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. യേശുവ മിശിയാഹിൻ്റെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ആരുടെ പേരിലാണ്? ഇങ്ങനെയൊരു ചോദ്യം മനോവ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ വില കുറച്ച് കാണേണ്ട. എന്തെന്നാൽ അപ്പസ്തോലനായ ശൗൽ ഒരിക്കൽ ഒരു സഭാ സമൂഹത്തെ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് ചോദിച്ച ചോദ്യമാണിത്. ബൈബിളിൽ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പൊല്ലോ കോറിന്തിലായിരുന്നപ്പോൾ ശൗൽ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം. അപ്പോൾ ശൗൽ പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവായിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് നാഥനായ യേശുവായുടെ പേരിൽ സ്നാനം സ്വീകരിച്ചു. ശൗൽ അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന സന്ദേശമാണ് ഇവിടെ നാം വായിച്ചത്. തുടർന്നുള്ള പഠന വഴികളിലുടനീളം ഈ സന്ദേശം നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. എന്തെന്നാൽ ഇത് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ മനുഷ്യൻ്റെ മുൻപിലുള്ള ഏക മാർഗമാണ്. അതിനാൽ തന്നെ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നിലവിലുള്ള സ്നാനങ്ങളെക്കുറിച്ചും അവയിൽ ഏതാണ് ദൈവരാജ്യ പ്രവേശം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം എന്നതിനെക്കുറിച്ചും ക്രമമായി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ അറിവിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വചനം ശ്രദ്ധിക്കുക. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഇവിടെ നാം നടത്തുന്ന പഠനത്തിൻ്റെ പ്രാധാന്യമാണ് യേശുവയുടെ ഈ ചോദ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനാൽ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള പഠനം നാം ഇവിടെ ആരംഭിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ അനിവാര്യത. ജ്ഞാനസ്നാനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ആദ്യമായി പ്രഖ്യാപിച്ചത് യേശുവായിരുന്നു. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലുമില്ലെന്ന് യേശുവ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. ജ്ഞാനസ്നാനം എന്നത് ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവർ ദൈവരാജ്യം കാണുകയില്ലെന്ന് മാത്രമല്ല, ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിലും ജ്ഞാനസ്നാനം അനിവാര്യമാണെന്ന് യേശുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിക്കോദേമോനുമായി യേശുവ നടത്തിയ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം ശ്രദ്ധിക്കുക. നിക്കോദേമോൻ ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും?
അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശുവ പ്രതിവദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം എന്നതുകൊണ്ട് യേശുവ ഇവിടെ ഉദ്ദേശിച്ചത് സ്വർഗത്തെക്കുറിച്ചാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അനേകരുണ്ട്. പറുദീസ, ദൈവരാജ്യം, സ്വർഗം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തവരാണ് അവർ. ആദവും ഹവ്വായും വസിച്ചിരുന്നതും ഉന്നതത്തിലേക്ക് ദൈവം സംവഹിച്ചതുമായ ദൈവത്തിൻ്റെ തോട്ടമാണ് പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന ഏദൻ തോട്ടം. പാപം ചെയ്തതിലൂടെയാണ് ഈ തോട്ടത്തിൽ നിന്ന് ആദവും ഹവ്വായും പുറത്താക്കപ്പെട്ടത്. യേശുവയുടെ മരണത്തോടെ ഈ തോട്ടം വീണ്ടും തുറക്കപ്പെട്ടു. അന്നുവരെ മരണമടഞ്ഞ നീതിമാന്മാരുടെ എല്ലാം ആത്മാക്കൾ യേശുവയോട് കൂടെ പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ചു. അതായത് യേശുവയുടെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും അപ്പസ്തോലിക സഭയുടെ ഭാഗമായവരുമായ നീതിമാന്മാരുടെ ആത്മാക്കൾ ഇപ്പോൾ വസിക്കുന്നത് പറുദീസയിലാണ്. എന്നാൽ സ്വർഗം തന്നെയാണ് പറുദീസ എന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നവർ കോൺസ്റ്റന്റൈൻ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. സ്വർഗവും പറുദീസയും ഒന്നല്ല എന്നതിന് വ്യക്തമായ തെളിവ് ബൈബിളിൽ ഉള്ളപ്പോഴാണ് ഇക്കൂട്ടർ ഈ പ്രചരണം നടത്തുന്നത്. യേശുവ അരുളി ചെയ്ത 2 വചനങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകും. ആദ്യ വചനം പറുദീസയെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലാണ്. അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ആയിരിക്കും. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവനോട് യേശുവ അരുളി ചെയ്ത വചനമാണിത്. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ആയിരിക്കുമെന്ന് യേശുവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അവൻ വെറും വാക്ക് പറയില്ലെന്ന് നമുക്കറിയാം. അതായത് യേശുവ ഉയർപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പറുദീസ സന്ദർശിച്ചുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഇത് വ്യക്തമാക്കുന്ന ലിഖിതം ശ്രദ്ധിക്കുക. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. കേപ്പ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. 4-ാം അധ്യായത്തിലെ ഒരു ലിഖിതം കൂടി ശ്രദ്ധിക്കുക. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെപ്പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. കേപ്പായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ബന്ധനസ്ഥരായ ആത്മാക്കളോട് യേശുവ സുവിശേഷം പ്രസംഗിച്ചു വന്നതിൻ്റെ തെളിവാണ് ഇവിടെ നാം കണ്ടത്. എന്നാൽ അവൻ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, വിശ്വസിച്ചവരെ തന്നോടൊപ്പം പറുദീസയിലേക്ക് കൂടെ കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. എഫേസോസ് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ഈ തടവുകാർ കഴിഞ്ഞിരുന്നത് പാതാളത്തിലായിരുന്നുവെന്ന് തുടർന്നുള്ള വിവരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വിവരണം ഇങ്ങനെയാണ്: അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ? എഫേസോസ് ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം.
ഈ ലിഖിതങ്ങളെല്ലാം അനേകം കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അനിവാര്യമായി വന്നാൽ മാത്രമേ ആ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയുള്ളൂ. എന്തെന്നാൽ പർദീസായും സ്വർഗവും വ്യത്യസ്ത ഇടങ്ങളാണെന്ന് വ്യക്തമാക്കാനാണ് ഈ ലിഖിതങ്ങൾ നാം പരിശോധിച്ചത്. ഈ ലിഖിതങ്ങളിലെല്ലാം പരാമർശിക്കുന്നത് പർദീസായെ സംബന്ധിച്ചാണ്. യേശുവ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം അവൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൻ സ്വർഗാരോഹണം ചെയ്തത് 40-ാം നാൾ ആയിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ലിഖിതം ശ്രദ്ധിക്കുക. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശുവ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഇതുകൂടാതെ താൻ ഇതുവരെ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ലെന്ന് പലപ്പോഴായി ചിലരോട് യേശുവ പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ വായിക്കാൻ കഴിയും. ഈ വചനം ശ്രദ്ധിക്കുക. യേശുവ പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. ഈ ലിഖിതങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉയർപ്പിക്കപ്പെട്ട യേശുവ 40 ദിവസം തികയുന്നതുവരെ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ലെന്നതാണ്. എന്നാൽ മനുഷ്യപുത്രനായ യേശുവ മരിച്ച ദിവസം തന്നെ പർദീസ സന്ദർശിച്ചിരുന്നുവെന്ന് അവൻ്റെ വാക്കുകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. സ്വർഗവും പർദീസായും വ്യത്യസ്ത ഇടങ്ങളാണെന്ന് വ്യക്തമാക്കാനാണ് ഈ വചനങ്ങൾ ഇവിടെ പങ്കുവച്ചത്. ഇനി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്വർഗവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്വർഗവും പർദീസായും ഒന്നാണെന്ന തെറ്റിദ്ധാരണ പോലെ സമാനമായ ഒരു അബദ്ധധാരണ ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിലും അനേകർ വച്ചു പുലർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവരാജ്യവും സ്വർഗവും വ്യത്യസ്ത ഇടങ്ങളാണ്. എന്നാൽ ദൈവരാജ്യത്തെ സ്വർഗരാജ്യം എന്നും വിശേഷിപ്പിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ സംഭവം തന്നെ 3 സുവിശേഷകർ വിവരിക്കുന്നിടത്ത് ലൂക്ക, മാർക്കോ എന്നിവർ ദൈവരാജ്യം എന്നും മത്തായി സ്വർഗരാജ്യം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ രണ്ടും ഒന്നാണെന്ന് വ്യക്തം. സമാനമായ ഒരു സംഭവത്തിൽ ഈ 3 സുവിശേഷകർ നൽകിയ വിവരണം പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരും. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനം ശ്രദ്ധിക്കുക. യേശുവ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 19-ാം അധ്യായം 23-ാം വാക്യം. ഇവിടെ സ്വർഗരാജ്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം തന്നെ മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. യേശുവ ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 10-ാം അധ്യായം 23-ാം വാക്യം. മാർക്കോ ഇവിടെ ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതുകൂടി ശ്രദ്ധിക്കുക. യേശുവ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 18-ാം അധ്യായം 24-ാം വാക്യം. സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നു തന്നെയാണെന്ന് ഈ വചനങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിച്ചതിലൂടെ വ്യക്തമായി. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തെന്നാൽ ഈ സംഭവം രേഖപ്പെടുത്തിയ സുവിശേഷകരിൽ മത്തായി മാത്രമാണ് യേശുവായുടെ 12 അപ്പസ്തോലന്മാരുടെ സംഘത്തിലുണ്ടായിരുന്നത്. യേശുവായുടെ ദൗത്യ കാലയളവിൽ
ഉടനീളം അവനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യനായിരുന്നു മത്തായി. അതുകൊണ്ട് തന്നെ ഈ വചനം യേശുവായിൽ നിന്ന് നേരിട്ട് ശ്രവിച്ച സുവിശേഷകൻ മത്തായി മാത്രമായിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരു ഉപമയുടെ ഭാഗമായി യേശുവ പറഞ്ഞത് സ്വർഗരാജ്യം എന്ന് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് മാർക്കോയും ലൂക്കായും ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടത്. മാർക്കോ, ലൂക്ക എന്നീ സുവിശേഷകർ തങ്ങളുടെ സുവിശേഷ രചനകളിൽ ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്തിയതിന് കാരണമുണ്ട്. അത് വ്യക്തമാക്കുന്നതിന് മുൻപ് സ്വർഗരാജ്യം എന്ന് യേശുവായും മത്തായിയും പറഞ്ഞതിൻ്റെ കാരണം വെളിപ്പെടുത്താം. ദൈവത്തിൻ്റെ പേരോ ദൈവം എന്നു തന്നെയോ മറ്റെന്തിനോടെങ്കിലും ചേർത്ത് പറയാതിരിക്കാൻ ഇസ്രായേൽ ജനം, വിശിഷ്യ യഹൂദർ ശ്രമിച്ചിരുന്നു. ദൈവം എന്നതിന് പകരം സ്വർഗം എന്നാണ് കൂടുതലായും ഇവർ പറഞ്ഞിരുന്നത്. യേശുവ പ്രസംഗിച്ചത് യഹൂദരും ശമരിയാക്കാരും അടങ്ങുന്ന ഇസ്രായേൽ ജനത്തിനിടയിൽ ആയിരുന്നുവെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മത്തായി സുവിശേഷം എഴുതിയതും പലസ്തീനായിലും പരിസര പ്രദേശങ്ങളിലും ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ പൊതുവായി അംഗീകരിച്ചിരുന്ന സ്വർഗരാജ്യം എന്ന വാക്ക് യേശുവായും മത്തായിയും തിരഞ്ഞെടുത്തത്. ദൈവം എന്ന വാക്കും യാഹുവേ എന്ന പേരും ഉച്ചരിച്ചാൽ അത് ദുരുപയോഗമാകുമോ എന്ന ഭയമാണ് ഇസ്രായേൽക്കാർ അത്യാവശ്യത്തിന് പോലും അത് ഉപയോഗിക്കാൻ മടിച്ചതിൻ്റെ ഒരു കാരണം. പ്രവാസകാലത്ത് തങ്ങളുടെ ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നതിന് പോലും വിലക്കുണ്ടായിരുന്നതുകൊണ്ട് ആ പേര് വിളിച്ചപേക്ഷിക്കുന്ന ശീലം പടിപടിയായി അവരിൽ നിന്ന് അകന്നുപോയതാണ് മറ്റൊരു കാരണം. വളരെയേറെ കാലം ഇസ്രായേൽ ജനം പ്രവാസത്തിലായിരുന്നുവെന്ന് നമുക്കറിയാം. വിജാതീയർക്ക് കീഴ്പ്പെട്ട് ജീവിച്ച ആ നാളുകളിൽ അവരെ ഗ്രസിച്ച ഭയം പിന്നീടുള്ള കാലത്തും അവരെ വേട്ടയാടി. ദൈവം എന്നും യാഹുവേ എന്നും ഉച്ചരിക്കുന്നത് യഹൂദരുടെ ഇടയിൽ സർവ്വസാധാരണമല്ലാത്തത് ഇത്തരത്തിൽ രണ്ടു തരം ഭയം അവരെ ഗ്രസിച്ചതുമൂലമായിരുന്നു. യഹൂദരെ ഉദ്ദേശിച്ച് രചന നിർവഹിച്ച മത്തായി തൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്നതിന് പകരം സ്വർഗരാജ്യം എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ കാരണമാണ് ഇവിടെ വ്യക്തമാക്കിയത്. എന്നാൽ മാർക്കോയും ലൂക്കായും തങ്ങളുടെ രചനകൾ നിർവഹിച്ചത് ഇസ്രായേൽക്കാരെ മാത്രം ഉദ്ദേശിച്ചായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതും പൊതുവായി എല്ലാവരും അംഗീകരിച്ചിരുന്നതുമായ ദൈവരാജ്യം എന്ന വാക്ക് അവർ തിരഞ്ഞെടുത്തു. ദൈവരാജ്യം എന്നതിന് ഹീബ്രു ഭാഷയിൽ മൽക്കൂത്ത് എലോഹീം എന്നും സ്വർഗരാജ്യം എന്നതിന് മൽക്കൂത്ത് ഷെമായീം എന്നുമാണ് പറയുന്നത്. ഒരേ ആശയം തന്നെ ഉൾക്കൊള്ളുന്ന ഈ പദങ്ങളിലെ ഏക വ്യത്യാസം ഒന്നിൽ എലോഹീം എന്ന പദം ചേരുന്നുണ്ട് എന്നതാണ്. സ്വർഗരാജ്യം എന്നത് ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു വിശേഷണമാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കി. പർദീസ എന്നത് സ്വർഗമല്ലെന്നും നാം കണ്ടു. അതുപോലെ തന്നെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് പർദീസ, ദൈവരാജ്യം, സ്വർഗം എന്നിങ്ങനെ ബൈബിളിൽ പരാമർശിക്കുന്നത് 3 വ്യത്യസ്ത ഇടങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. യേശുവായുടെ മരണത്തിന് ശേഷം നീതിമാന്മാരുടെ ആത്മാക്കൾ വസിക്കുന്ന ഇടമാണ് പർദീസ. എന്നാൽ സ്വർഗം എന്നത് അന്ത്യവിധിക്ക് ശേഷം നീതിമാന്മാർക്ക് ലഭിക്കുന്ന വാസസ്ഥലമാണ്. യേശുവായോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവന് അന്ന് തന്നെ പർദീസായിലേക്ക് കടന്നു പോകാൻ സാധിച്ചുവെങ്കിൽ അപ്പസ്തോലന്മാർക്ക് സ്വർഗം അവകാശമായി നൽകുന്നത് തൻ്റെ പ്രത്യാഗമനത്തിന് ശേഷമായിരിക്കുമെന്ന് യേശുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത്
നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശുവ ഇവിടെ പരാമർശിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. യേശുവയുടെ പ്രത്യാഗമനത്തിന് മുൻപ് മരണമടയുന്ന നീതിമാന്മാരുടെ ആത്മാക്കൾ അവൻ്റെ പ്രത്യാഗമനം വരെ പർദീസായിലാണ് വസിക്കുന്നത്. അതിനുശേഷം അവർ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെടും. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ പുനരുദ്ധാനം. അതായത് യേശുവ ഇനി വരുന്നത് തൻ്റെ വിശുദ്ധരെയും കൂടെ കൂട്ടിയായിരിക്കും. ശെക്രിയാഹിൻ്റെ പ്രവചനം നോക്കുക. എൻ്റെ ദൈവമായ യാഹ്വേ തൻ്റെ സകല വിശുദ്ധരോടും കൂടെ വരും. ശെക്രിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 14 അധ്യായം 5 വാക്യം. യേശുവ എന്ന പൂർണ്ണമായ പേര് വെളിപ്പെടുത്തുന്നതിന് മുൻപാണ് ശെക്രിയാഹ് ഇപ്രകാരം പ്രവചിച്ചത്. മറ്റൊരു പ്രവചനം ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോട് കൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 14 അധ്യായം 1 വാക്യം. കുഞ്ഞാട് എന്ന് ഇവിടെ പറയുന്നത് മനുഷ്യപുത്രനായ യേശുവയെക്കുറിച്ചാണ്. കുഞ്ഞാടിൻ്റെ പേരും പിതാവിൻ്റെ പേരും എന്ന് ഇവിടെ പരാമർശിക്കുന്നത് ഒന്നിലധികം പേരിനെക്കുറിച്ചാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തെന്നാൽ കുഞ്ഞാട് ധരിച്ചിരിക്കുന്നത് പിതാവിൻ്റെ പേര് തന്നെയാണ്. പിതാവിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപമാണ് യേശുവ എന്നത്. യേശുവ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ അരുളി ചെയ്ത വാക്കുകൾ നോക്കുക. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് നീ എനിക്ക് നൽകിയ നിന്റെ പേരിൽ അവരെ നീ കാത്തുകൊള്ളണമേ. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 17 അധ്യായം 11 വാക്യം. മനുഷ്യപുത്രനായ യേശുവ സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്നത് നീ എനിക്ക് നൽകിയ നിന്റെ പേര് എന്നാണ്. അതായത് യേശുവ എന്നതാണ് പിതാവിൻ്റെ പേരിൻ്റെ പൂർണ്ണത. മാത്രമല്ല, പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള ശെക്രിയാഹിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് അവൻ ഒരുവൻ മാത്രമാണെന്നും അവന് ഒരു പേര് മാത്രമാണെന്നുമാണ്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വേ ഭൂമി മുഴുവൻ്റെ രാജാവായി വാഴും. അന്ന് യാഹ്വേ ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവന് ഒരു പേര് മാത്രവും. ശെക്രിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 14 അധ്യായം 9 വാക്യം. അതുകൊണ്ട് തന്നെ കുഞ്ഞാടിൻ്റെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും നെറ്റിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് യേശുവ മിശിയാഹ് എന്നാണെന്ന് മനസ്സിലാക്കണം. യേശുവ മിശിയാഹ് എന്ന പേര് നെറ്റിയിൽ മുദ്രയടിക്കുക എന്നാൽ ആ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തെന്നാൽ ജ്ഞാനസ്നാനം എന്നത് ശാശ്വതമായ ഉടമ്പടിയുടെ മുദ്രയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിക്കുന്നത് കൊണ്ടാണ് അത് ഒരു മുദ്രയാണെന്ന് പറയുന്നത്. ശൗലിൻ്റെ ഈ പ്രബോധനം നോക്കുക. അവൻ നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. കോറിന്തുകാർക്ക് എഴുതിയ 2 ലേഖനം 1 അധ്യായം 22 വാക്യം. മറ്റൊരു പ്രബോധനം ഇങ്ങനെ വായിക്കുന്നു. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. എഫേസോസ് ലേഖനം 1 അധ്യായം 13 വാക്യം. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരുവൻ്റെ നെറ്റിയിൽ മുദ്രയിടപ്പെടുന്നത് യേശുവ മിശിയാഹ് എന്ന പേരാണ്. ഈ മുദ്രയുള്ളവർക്ക് മാത്രമാണ് ദൈവരാജ്യത്ത് പ്രവേശനം സാധ്യമാകുന്നത്. അതായത് യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുമ്പോൾ ആ രാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണം. നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ആരുടെ പേരിലാണെന്ന് മനോവ ചോദിച്ചത് ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ്. യേശുവ മിശിയാഹിൻ്റെ പേരിലല്ലാത്ത സ്നാനങ്ങളിലൂടെ ആർക്കും പാപമോചനം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, യേശുവയുടെ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുമില്ല. ദൈവരാജ്യം.
ദൈവരാജ്യം എന്നത് പർദീസായോ സ്വർഗമോ അല്ല. എന്നാൽ ഇവയ്ക്ക് രണ്ടിനും ഇടയിലാണ് ദൈവരാജ്യത്തിൻ്റെ സ്ഥാനം. പർദീസായ്ക്ക് ശേഷവും സ്വർഗത്തിന് മുന്നോടിയായും നീതിമാന്മാർ വസിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. നീതിമാന്മാരുടെ ആത്മാക്കളാണ് പർദീസായിൽ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്ത് ഒരുവൻ പ്രവേശിക്കുന്നത് അവൻ്റെ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നത് വൈകല്യങ്ങളോടെയോ രോഗഗ്രസ്തരായോ ആയിരിക്കില്ല. വൈകല്യങ്ങളോടെ ജനിച്ചവർ മാത്രമല്ല, ജനനശേഷം വികലാംഗരായവരുമുണ്ട്. യേശുവയുടെ പേരിനെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരും അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടവരും അനേകരാണ്. ഇവരുടെ പുനരുദ്ധാനം വൈകല്യങ്ങളോടെ ആയിരിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. യാതൊരു ന്യൂനതയുമില്ലാതെ തേജസ്സുറ്റ ശരീരങ്ങളോടെ ഇവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ബൈബിളിൽ പരാമർശിക്കുന്നത് യേശുവയുടെ ഈ രാജ്യത്തെക്കുറിച്ചാണ്. ഈ രാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യേശുവ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ രണ്ടാമത്തെ നിയോഗമായി ഉയർത്തുന്നത് നിന്റെ രാജ്യം വരണം എന്നാണ്. അതുതന്നെയാണ് യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുന്ന ദൈവരാജ്യം. അവൻ തൻ്റെ വിശുദ്ധരെയും കൂട്ടി വന്ന് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ഈ പ്രവചനം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറേ രാജപീഠങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവായ്ക്കും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം മിശിഹാവിനോട് കൂടെ വാഴുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇപ്പോൾ പർദീസായിലായിരിക്കുന്നവർ മിശിഹാവിനോട് കൂടെ 1000 വർഷത്തെ വാഴ്ചയിൽ പങ്കാളികളാകാൻ തങ്ങളുടെ ശരീരങ്ങൾ വീണ്ടും ധരിക്കും. ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം. യേശുവയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഉയർപ്പിക്കപ്പെടുന്നത്. തൻ്റെ പേരിനെ പ്രതി എന്തെങ്കിലും ഉപേക്ഷിക്കുന്നവർക്ക് അവ ഇവിടെ തന്നെ 100 ഇരട്ടിയായി നൽകുമെന്നത് അവർക്ക് യേശുവ നൽകിയ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അത് നൽകാതിരിക്കില്ല. യേശുവയുടെ വാഗ്ദാനം ശ്രദ്ധിക്കുക. എൻ്റെ പേരിനെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം. മാർക്കോയും ലൂക്കായും ഈ വചനം തങ്ങളുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചതിന് ശേഷം വിശദാംശങ്ങളിലേക്ക് കടക്കാം. മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ലൂക്ക എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശുവ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും.
ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 18-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഈ 3 ലിഖിതങ്ങളിലും നാം കാണുന്നത് യേശുവ നൽകിയിരിക്കുന്ന 2 സുപ്രധാന വാഗ്ദാനങ്ങളാണ്. യേശുവയുടെ പേരിനെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ ആരെങ്കിലും എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കുമെന്നതാണ് ഒരു വാഗ്ദാനമെങ്കിൽ, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ ലഭിക്കുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം. നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. 3 സുവിശേഷകരും അവരവരുടേതായ ശൈലിയിൽ എഴുതിയെങ്കിലും എല്ലാവരും നൽകുന്ന സന്ദേശം ഒന്നു തന്നെയാണ്. നിത്യജീവൻ ലഭിക്കുന്നത് വരാനിരിക്കുന്ന കാലത്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ഇവിടെ വച്ച് തന്നെ ലഭിക്കുന്ന 100 ഇരട്ടിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാം. തൻ്റെ പേരിനെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ എന്തെങ്കിലും നഷ്ടപ്പെടുന്നവർക്ക് 100 ഇരട്ടിയായി ലഭിക്കുമെന്നാണ് യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കലും വെറുംവാക്ക് പറയാത്തവനാണ് യേശുവ എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ആദിമസഭയുടെ ഭാഗമായിരുന്ന വിശ്വാസികൾക്ക് അവർ നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവിടെ വെച്ച് തന്നെ ലഭിച്ചിരുന്നോ? അവർ നഷ്ടപ്പെടുത്തിയതൊന്നും അവരുടെ മരണം വരെ അവർക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. യേശുവയുടെ പേരിനെ പ്രതി ജീവൻ നഷ്ടമാക്കിയ അനേകർ അപ്പസ്തോലിക സഭയിലുണ്ട്. കിരാതമായ പീഡനമുറകളാണ് അപ്പസ്തോലിക സഭയ്ക്കെതിരെ ശത്രുക്കൾ പ്രയോഗിച്ചിരുന്നത്. ജീവനോടെ തിളച്ച എണ്ണയിൽ ഇടുക, സിംഹങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകുക, ഇരുമ്പ് കസേര പഴിപ്പിച്ച് അതിൽ ഇരുത്തുക, അറക്കവാൾ കൊണ്ട് ശരീരം നെടുകെ പിളർക്കുക, ജീവനുള്ള ശരീരത്തിൽ എണ്ണയൊഴിച്ച് തീപ്പന്തമാക്കുക എന്നീ പീഡനമുറകൾക്ക് അപ്പസ്തോലിക സഭയിലെ വിശുദ്ധരെ വിധേയരാക്കിയത് യേശുവ എന്ന പേരിന് അവർ സാക്ഷ്യം വഹിച്ചതുകൊണ്ടാണ്. ഇവരിൽ ആർക്കും ഈ ലോകത്ത് നീതി ലഭിച്ചിട്ടില്ല. നീതിക്ക് വേണ്ടി പീഡനം സഹിച്ച ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ദൈവരാജ്യം. യേശുവയുടെ മറ്റൊരു വാഗ്ദാനം ശ്രദ്ധിക്കുക. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ സന്തോഷിക്കുവിൻ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും യേശുവ പരാമർശിക്കുന്നുണ്ട്. സ്വർഗരാജ്യം മാത്രമല്ല, നിത്യജീവനാകുന്ന സ്വർഗവും നീതിമാന്മാർക്കുള്ള അവൻ്റെ വാഗ്ദാനമാണ്. തൻ്റെ പേരിനെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും ഒരുവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം 100 ഇരട്ടിയായി തിരികെ ലഭിക്കുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്താണെങ്കിൽ അതിനുശേഷം അവന് നിത്യജീവനും നൽകുമെന്ന് യേശുവ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഉപമകളിലൂടെ അല്ലാതെ നേരിട്ടും ഏറെ പ്രാധാന്യത്തോടെ യേശുവ ആവർത്തിച്ചിട്ടുള്ള വാക്കാണ് ദൈവരാജ്യം എന്ന വാക്ക്. അന്ത്യത്താഴവേളയിൽ ഉപമയിലൂടെ അല്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ അരുളി ചെയ്ത വചനം നോക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാം വാക്യം. ദൈവരാജ്യം എന്നതിന് പകരം പിതാവിൻ്റെ രാജ്യം എന്നാണ് ഇവിടെ യേശുവ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അവൻ പരിപൂർണ മനുഷ്യനായിരുന്നുവെന്ന് നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശുവ പഠിപ്പിച്ചത്. അതായത് പിതാവിൻ്റെ രാജ്യം, സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നിങ്ങനെയെല്ലാം പരാമർശിക്കുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന യേശുവയുടെ രാജ്യത്തെക്കുറിച്ചാണ്. അന്ത്യത്താഴവേളയിൽ യേശുവ അരുളി ചെയ്ത വാക്കുകൾ
മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 14 അധ്യായം 25 വാക്യം. പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ എന്നാണ്. പിതാവിൻ്റെ രാജ്യവും ദൈവരാജ്യവും ഒന്നാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കായും ഈ വചനം ആവർത്തിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 22 അധ്യായം 18 വാക്യം. ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്നാണ്. ലൂക്കായുടെ ഈ ലിഖിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ട്. എന്തെന്നാൽ ദൈവരാജ്യം എന്നത് ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതാണ്. അതായത് സ്വർഗം, പർദീസ എന്നിവ ഇപ്പോൾ നിലനിൽക്കുന്ന ഇടങ്ങളാണെങ്കിൽ ദൈവരാജ്യം എന്നത് അങ്ങനെയല്ല. അതിപ്പോൾ നിലവിലില്ലാത്തതും ഭാവിയിൽ വരാനിരിക്കുന്നതുമാണ്. ഈ രാജ്യം വരാനുള്ള പ്രാർത്ഥനയാണ് യേശുവ പഠിപ്പിച്ചത്. യേശുവയുടെ പ്രത്യാഗമനത്തിന് വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനയും അവൻ്റെ രാജ്യം സ്ഥാപിതമാകാനുള്ള പ്രാർത്ഥന കൂടിയാണ്. അതുപോലെ തന്നെ യേശുവയുടെ പ്രത്യാഗമനത്തെ സംബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഘോഷണങ്ങളിലും അവൻ്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുന്നു. യേശുവയുടെ പ്രത്യാഗമനം വിളംബരം ചെയ്യപ്പെടാത്ത അപ്പസ്തോലിക ലേഖനങ്ങൾ ഒന്നുപോലും ബൈബിളിൻ്റെ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിലെ കാതലായ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനാൽ എല്ലാവരും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നതായിരുന്നു. യേശുവയുടെ അധരങ്ങളിൽ നിന്നു തന്നെയാണ് അവർ ഇത് പഠിച്ചത്. യേശുവ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിനെക്കുറിച്ച് മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശുവ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയായിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 1 അധ്യായം 14-15 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സന്ദർഭങ്ങളിൽ എന്നതുപോലെ ഇവിടെയും സ്വർഗരാജ്യം എന്നാണ് മത്തായി കുറിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ മുതൽ യേശുവ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 4 അധ്യായം 17 വാക്യം. അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് യേശുവ തൻ്റെ ദൗത്യം ആരംഭിച്ചത്. താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് സുവിശേഷ പ്രചരണത്തിൽ പരിശീലനം നൽകാൻ യേശുവ തയ്യാറായതായി ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക് തനിക്ക് മുൻപേ ശിഷ്യന്മാരെ അയച്ചുകൊണ്ടാണ് അവർക്ക് പരിശീലനം നൽകിയത്. ഒരിക്കൽ 12 പേരെയും പിന്നീട് 72 പേരെയും ആണ് അവൻ തനിക്ക് മുൻപേ അയച്ചത്. അവർ ചെന്നെത്തുന്ന പട്ടണങ്ങളിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അവൻ അവർക്ക് നിർദ്ദേശം നൽകി. യേശുവ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ദൈവരാജ്യം പ്രസംഗിക്കുക എന്നതായിരുന്നു. ഈ ലിഖിതം ശ്രദ്ധിക്കുക. അവൻ 12 പേരെയും വിളിച്ച് സകല ദുർഭൂതങ്ങളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 9 അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി, മാർക്കോ എന്നിവരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് വായിക്കുന്നത്. 72 പേരെ അയച്ചുകൊണ്ട് യേശുവ അരുളി ചെയ്തത് എന്താണെന്ന് നോക്കുക.
അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തന്നോടൊപ്പം ആയിരുന്നപ്പോൾ പോലും ശിഷ്യന്മാർ അയക്കപ്പെട്ടത് ദൈവരാജ്യം പ്രസംഗിക്കാനായിരുന്നു. യേശുവ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെയും ദൈവരാജ്യം എന്ന വിഷയം പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിവരണം ശ്രദ്ധിക്കുക. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശുവ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത് ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ്. നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തെന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് യേശുവ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്നാപക യോഹന്നാൻ അത് പ്രസംഗിച്ചിരുന്നു. മത്തായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് സ്നാപക യോഹന്നാൻ യഹൂദായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ശെക്കര്യാഹിൻ്റെ പ്രവചനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും യേശുവയുടെ മനുഷ്യാവതാര കാലത്ത് ദൈവരാജ്യം വിളംബരം ചെയ്ത ആദ്യത്തെ വ്യക്തി സ്നാപക യോഹന്നാനാണ്. അതായത് സ്നാപക യോഹന്നാനും യേശുവായും അപ്പസ്തോലന്മാരും ഒരേപോലെ പ്രസംഗിച്ച വിഷയമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നത്. ദൈവരാജ്യം സ്ഥാപിതമാകുന്നതുവരെ ഓരോ സുവിശേഷകരും പ്രസംഗിക്കേണ്ട വിഷയവും ഇതുതന്നെ. എന്തെന്നാൽ യേശുവ മിശിഹാഹിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച സകലരും അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കാനാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന വിശേഷണം കൂടി വചനപ്രഘോഷണത്തിന് യേശുവ നൽകിയിട്ടുണ്ട്. യുഗാന്തത്തെക്കുറിച്ച് അവൻ അരുളി ചെയ്ത വചനം നോക്കുക: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്ത്യാനികൾ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കാനാണെന്ന് വ്യക്തമാക്കുന്ന അനേകം വചനങ്ങൾ ബൈബിളിൽ വായിക്കാൻ കഴിയും. യേശുവ പ്രസംഗിച്ചതും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. ഈ വിവരണം ശ്രദ്ധിക്കുക. അതിനുശേഷം യേശുവ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. യേശുവ പ്രസംഗിച്ച ദൈവരാജ്യം തന്നെയാണ് അപ്പസ്തോലന്മാരും പ്രസംഗിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനവും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന വിളംബരവുമാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് പോലും അറിയാത്തതുകൊണ്ടായിരിക്കാം റോമൻ കത്തോലിക്ക സഭയിലെയോ മറ്റിതര സഭകളിലെയോ ആരും തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുന്നതായി കാണുന്നില്ല. ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി 1000 വർഷം യേശുവ ഭരണം നടത്തുന്ന രാജ്യമാണ് ദൈവരാജ്യമെങ്കിൽ ആ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് ആർക്കെല്ലാമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. യേശുവ ഭരണം നടത്തുന്ന ദൈവരാജ്യത്തിൽ ആരെല്ലാം പ്രവേശിക്കും? ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നാം അന്വേഷിക്കുന്നത്. വീണ്ടും ജനിക്കാത്തവൻ
ദൈവരാജ്യം കാണുകയില്ല. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന വചനം പ്രാരംഭത്തിൽ നാം ശ്രവിച്ചതാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ അനിവാര്യതയാണ് ഈ സന്ദേശത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിക്കോദേമോനോട് യേശുവ അരുളി ചെയ്ത ഈ വാക്കുകൾ ഒരു മുന്നറിയിപ്പായി നാം പരിഗണിക്കണം. പറുദീസ, ദൈവരാജ്യം, സ്വർഗം എന്നിങ്ങനെ ബൈബിളിൽ നാം വായിക്കുന്നത് 3 വ്യത്യസ്ത ഇടങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ യേശുവയുടെ ഈ മുന്നറിയിപ്പിൻ്റെ ഗൗരവം പൂർണ്ണതയോടെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയുള്ള പഠനത്തിലൂടെ അത് നാം മനസ്സിലാക്കി. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഒരുവന് എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നാണ് നിക്കോദേമോനോട് യേശുവ പറഞ്ഞതെന്ന് നാം കണ്ടു. ഈ സന്ദർഭത്തിൽ തന്നെ യേശുവ അറിയിച്ച മറ്റൊരു വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. യേശുവ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. ഇവിടെ പരാമർശിക്കുന്ന ദൈവരാജ്യമാണ് യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുന്ന രാജ്യം. മരണമടഞ്ഞ നീതിമാന്മാരുടെ ആത്മാക്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് പറുദീസായിലാണെന്ന് നാം കണ്ടു. പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും ആത്മാക്കൾ മാത്രമല്ല, യേശുവയുടെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ആ പേരിനെ പ്രതി പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആദിമസഭ മുഴുവൻ ഇന്ന് പറുദീസായിലാണുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആദം മുതൽ മിശിയാഹ് വരെയുള്ള 2 യുഗങ്ങളിലായി ജീവിച്ചവരിൽ മിശിയാഹിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവരും യേശുവയുടെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മരണമടഞ്ഞ നീതിമാന്മാരും ഇപ്പോൾ അപ്പസ്തോലിക സഭയുടെ ഭാഗമായി പറുദീസായിലുണ്ട്. അതായത് ഇന്ന് പറുദീസായിൽ ആയിരിക്കുന്നവരെല്ലാം അപ്പസ്തോലിക സഭയുടെ ഭാഗമാണ്. എന്തെന്നാൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേലാണ് മിശിയാഹിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പറുദീസായിലായിരിക്കുന്ന സകലരും വിശുദ്ധരാണ്. അതുപോലെ തന്നെ അവരെല്ലാം അപ്പസ്തോലിക സഭയുടെ ഭാഗവുമാണ്. പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലാണ് യേശുവ സ്ഥാപിച്ച സഭ. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ സ്ഥാപിതമായിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ചവരും മിശിയാഹിൻ്റെ ദിനം പ്രതീക്ഷിച്ചിരുന്നവരുമായ സകലരും അപ്പസ്തോലിക സഭയുടെ ഭാഗമായി പരിഗണിക്കപ്പെടും. ഈ സഭയാണ് യേശുവയുടെ രാജ്യത്ത് പ്രവേശിക്കുന്നത്. മുൻപ് നാം വായിച്ച വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എൻ്റെ ദൈവമായ യാഹ്വേ തൻ്റെ സകല വിശുദ്ധരോടും കൂടെ വരും. ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 14-ാം അധ്യായം 5-ാം വാക്യം. ശെക്കര്യാഹ് പ്രവചിച്ചത് യേശുവയെക്കുറിച്ച് തന്നെയാണ്. അതായത് ഇപ്പോൾ പറുദീസായിലായിരിക്കുന്ന സകല വിശുദ്ധരോടും കൂടെ വന്ന് തൻ്റെ രാജ്യം യേശുവ ഭൂമിയിൽ സ്ഥാപിക്കും. അപ്പോൾ യേശുവ മിശിയാഹിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും അവനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുമായി ഭൂമിയിൽ അവശേഷിക്കുന്ന സകലരും അവൻ്റെ രാജ്യത്ത് ചേർക്കപ്പെടും. എന്തെന്നാൽ അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിൻ്റെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും ജ്ഞാനസ്നാനത്തിലൂടെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ആ പേരാണ് യേശുവ മിശിയാഹ്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവന് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവൻ്റെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യത്താഴ വേളയിൽ യേശുവ അരുളി ചെയ്ത വചനത്തോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കേണ്ട പ്രവചനമാണിത്.
അവൻ അരുളി ചെയ്ത വചനമിതാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാം വാക്യം. യേശുവ രാജാവായി വാഴുന്ന രാജ്യം സ്ഥാപിതമാകുന്ന ദിനത്തെക്കുറിച്ചാണ് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് എന്ന വിശേഷണത്തോടെ വെളിപാട് പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. അന്ത്യത്താഴത്തിന് ശേഷം മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് അവൻ വീണ്ടും കുടിക്കുന്നത് ആ ദിനത്തിലാണ്. അന്ന് അവൻ തൻ്റെ രാജ്യത്ത് അത് നവമായി പാനം ചെയ്യുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പമായിരിക്കും. ഇക്കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരോട് യേശുവ പ്രഖ്യാപിച്ചത്. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ആരംഭിച്ച ദൗത്യം അവൻ പൂർത്തിയാക്കിയതും ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും യേശുവ പ്രസംഗിച്ചിരുന്നുവെങ്കിലും അതിനേക്കാൾ പ്രാധാന്യത്തോടെയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പ്രസംഗിച്ചത്. സ്വർഗത്തേക്കാൾ പ്രാധാന്യത്തോടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അത് തുടരാൻ ശിഷ്യരോട് യേശുവ കൽപ്പിക്കുകയും ചെയ്തു. അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്താണ് ആ കാരണം? മനോവ അത് വ്യക്തമാക്കാം. നിത്യജീവൻ, നിത്യത എന്നിങ്ങനെ ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. സ്വർഗത്തേക്കാൾ വിലമതിക്കുന്നതായി മറ്റൊന്നും ഇല്ലെന്നിരിക്കെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദൈവരാജ്യം എന്നത് സ്വർഗത്തിൻ്റെ മുന്നോടിയായതുകൊണ്ടാണ്. ഒരിക്കലും അവസാനമില്ലാത്ത ജീവനിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ദൈവരാജ്യത്ത് വച്ച് ഒരു മാറ്റുപരിശോധനയുണ്ട്. ആ പരിശോധനയിൽ ശുദ്ധത തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അവന് നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിത്യജീവനെ സംബന്ധിക്കുന്ന പഠനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ദൈവരാജ്യം യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമാണ്. ദൈവരാജ്യത്ത് വെച്ച് നടക്കുന്ന മാറ്റു പരിശോധനയെക്കുറിച്ചുള്ള പ്രവചനം നോക്കുക. യാഹ്വേ അരുളി ചെയ്യുന്നു: ദേശവാസികൾ 2/3 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണമെന്ന പോലെ മാറ്റ് പരിശോധിക്കും. അവർ എൻ്റെ പേര് വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, യാഹ്വേ എൻ്റെ ദൈവം എന്ന് അവരും പറയും. ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 13-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യേശുവയുടെ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നവർക്കിടയിലാണ് ഈ അഗ്നിശുദ്ധി വരുത്തലും മാറ്റുപരിശോധനയും നടക്കുന്നത്. യേശുവയുടെ 1000 വർഷത്തെ ഭരണകാലത്ത് സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വ്യക്തതയോടെ പഠിക്കുവാൻ ആ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നവർക്ക് സാധിക്കും. എന്തെന്നാൽ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന പ്രവചനം പൂർത്തിയാകുന്നത് അപ്പോഴാണ്. യേശയ്യാവിൻ്റെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് യേശുവ അരുളി ചെയ്ത വചനം ശ്രദ്ധിക്കുക: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 6-ാം അധ്യായം 44-45 വാക്യങ്ങൾ. യേശയ്യാഹ് പ്രവചിച്ചത് എന്തായിരുന്നുവെന്ന് നോക്കുക: യാഹ്വേ നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54-ാം അധ്യായം 13-ാം വാക്യം. സ്ഥാപിതമാകാനിരിക്കുന്ന പുതിയ യെരുശലേം എന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനത്തിലെ ഒരു വാക്യമാണിത്. ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ ആ രാജ്യത്ത് വസിക്കുന്നവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. യേശുവയുടെ രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് ദൈവവും രാജാവുമായ യേശുവ തന്നെയായിരിക്കും ഗുരുനാഥൻ. അവൻ തൻ്റെ ജനത്തെ പഠിപ്പിക്കും. സ്വർഗത്തെക്കുറിച്ച് ആധികാരികതയോടെ പഠിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം എന്ന പദവിയിലും രാജാധികാരത്തിലും വരുന്ന യേശുവ തൻ്റെ ജനത്തെ പഠിപ്പിക്കുമ്പോഴാണ് അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുന്നത്. അതായത്
ദൈവം നമ്മോട് കൂടെ എന്ന അവസ്ഥയിൽ യേശുവ ഈ ഭൂമിയിൽ വസിക്കുന്നത് അവൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോഴാണ്. സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും അവനിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോൾ അത് വ്യക്തതയോടെ ഗ്രഹിക്കാൻ പഠിതാക്കൾക്ക് സാധിക്കും. യേശുവ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ അവൻ പഠിപ്പിച്ചത് പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വചനം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവനെ വിട്ടുപോയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലെ അവസ്ഥ ഇതായിരിക്കില്ല. അവിടെ വ്യാജ പ്രബോധകരുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ സകലർക്കും സാധിക്കും. സത്യപ്രബോധനത്തിൽ നിലനിൽക്കാൻ പലർക്കും സാധിക്കാത്തത് വ്യാജ പ്രബോധനങ്ങളുടെ ബാഹുല്യം നിമിത്തമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഇന്നോളം അനേകം വ്യാജ പ്രബോധകർ ഈ ഭൂമിയിലുണ്ട്. ഭൂവാസികളെ വഴിതെറ്റിക്കുന്ന ഇവരെ നയിക്കുന്നത് സാത്താനാണ്. വിധക്കാരൻ്റെ ഉപമയ്ക്ക് യേശുവ നൽകുന്ന വ്യാഖ്യാനം ശ്രദ്ധിക്കുക. അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവരിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സത്യവചനം അപഹരിക്കപ്പെടുകയും അസത്യമാകുന്ന കളകൾ വിതയ്ക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഈ അവസ്ഥ ഇല്ലാതാകണമെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനം തടയപ്പെടണം. യേശുവയുടെ രാജ്യം സ്ഥാപിതമാകുമ്പോൾ അത് സംഭവിക്കും. ഈ പ്രവചനം ശ്രദ്ധിക്കുക. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്രവച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവരാജ്യത്തിൽ വെച്ച് ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കാൻ വ്യാജ പ്രബോധകർ കടന്നു വരില്ലെന്നതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം. സാത്താൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാപത്തിലേക്ക് നയിക്കാൻ അവിടെ ആരുമുണ്ടായിരിക്കില്ല. യേശയ്യാവിൻ്റെ ഒരു പ്രവചനം നോക്കുക. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി യാഹുവയെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. യേശയ്യാവിൻ്റെ പ്രവചന ഗ്രന്ഥം 11-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സമാധാനത്തിൻ്റെ രാജാവ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യേശുവ ഭരണം നടത്തുമ്പോൾ രാജ്യത്ത് നടമാടുന്ന അന്തരീക്ഷം വ്യക്തമാക്കുന്നതാണ് യേശയ്യാവിൻ്റെ ഈ പ്രവചനം. യേശയ്യാവിൻ്റെ മറ്റൊരു പ്രവചനം നോക്കുക. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ രാജപീഠത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ യാഹ്വയുടെ തീഷ്ണത ഇത് നിറവേറ്റും. യേശയ്യാവിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഭൂമി മുഴുവൻ്റെയും രാജാവായി 1000 വർഷം യേശുവ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾക്ക് അനുഭവവേദ്യമാകുന്ന സമാധാനാന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന പ്രവചനമാണിത്. നീതിയിലും ധർമ്മത്തിലും സമാധാനത്തിനും സ്ഥാപിച്ച് പരിപാലിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ
സകലരുടെയും ജീവിതങ്ങൾ ഭയരഹിതമായിരിക്കും. അധർമ്മിയും ഭിന്നത വിതയ്ക്കുന്നവനും സകല നീതിക്കും എതിരായവനുമായ സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അത്. തന്നെ അനുഗമിക്കുന്നവർക്ക് യേശുവ നൽകിയത് ഈ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിന്റെ രാജ്യം വരണമേ എന്ന് ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. വരാനിരിക്കുന്ന ദൈവരാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നവരെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറെ രാജപീഠങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവായ്ക്കും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവൻ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം മിശിഹാവിനോട് കൂടെ വാഴുകയും ചെയ്തു. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. യേശുവായുടെ പേരിൽ രക്തസാക്ഷികളായവരുടെ ആത്മാക്കൾ മാത്രമല്ല, അവൻ്റെ പ്രത്യാഗമനത്തെ ആകാംക്ഷാപൂർവം കാത്തിരുന്നവരും ആ രാജ്യത്ത് പ്രവേശിക്കും. വിജാതീയ ആരാധനകളിലോ ആചാരങ്ങളിലോ പങ്കാളികളാകാത്തവരും വിജാതീയതയുടെ മുദ്രകൾ നെറ്റിയിലോ കയ്യിലോ സ്വീകരിക്കാത്തവരുമാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആരും ദൈവരാജ്യത്ത് പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല, ദൈവരാജ്യം കാണുക പോലുമില്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞിരിക്കണം. യേശുവയുടെ രാജ്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല എന്നതാണ്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ രാജപീഠം ദൈവമായ യാഹ്വേ അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ 1000 വർഷത്തെ ഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭൂമിയിലെ ഭരണം 1000 വർഷമാണ് എന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ ഭരണത്തിന് സ്വർഗത്തിൽ തുടർച്ചയുണ്ടായിരിക്കും. അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും കൈയാളുന്ന യേശുവ ഈ ഭൂമിയിലെ 1000 വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം സ്വർഗത്തിലെ രാജപീഠത്തിൽ ഉപവിഷ്ടനാകും. ആ ഭരണത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ഭരണശിലാകേന്ദ്രം മാറുമെങ്കിലും ഭരണാധികാരി മാറുന്നില്ല. എന്നാൽ സ്വർഗത്തെക്കുറിച്ചോ സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ചോ ഇപ്പോൾ നാം അന്വേഷിച്ചറിയാൻ ശ്രമിക്കരുത്. എന്തെന്നാൽ അത് ഗ്രഹിക്കാൻ ഭൂവാസികളിൽ ആർക്കും ഇപ്പോൾ സാധിക്കില്ല. യേശുവ വന്ന് പഠിപ്പിക്കുന്നത് വരെ നാം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമാണ്. അവൻ വരികയും ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുകയും ചെയ്യുന്നതിന് മുൻപ് സകലതും പുനഃസ്ഥാപിക്കുമെന്നുള്ള വചനത്തെ നാം ഗൗരവമായി കാണണം. ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് മുൻപ് പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്തെല്ലാമാണ്? യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിക്കപ്പെട്ടതോടെ പാപമോചനം അസാധ്യമാകുകയും അപ്പസ്തോലിക സഭയിൽ അംഗങ്ങളാകാനുള്ള അവസരം മനുഷ്യർക്ക് നഷ്ടമാകുകയും ചെയ്തു. ഇവിടെയാണ് തൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് ഏലിയാഹു വരികയും സകലതും പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നുള്ള യേശുവായുടെ പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി. ഏലിയാഹിൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പുനഃസ്ഥാപനമാണ്. ശിഷ്യന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് യേശുവ അത് പ്രഖ്യാപിച്ചത്.
ബൈബിളിൽ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയാഹ് വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയാഹ് വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒന്ന് ആദ്യം ഉണ്ടായിരുന്നതുപോലെ ആക്കി തീർക്കുന്നതിനെയാണ് പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതിനെയാണ് പുനഃസ്ഥാപനമെന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ആദ്യം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് യേശുവ മിശിഹാഹിനെയും യേശുവ മിശിഹാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനവുമാണ്. അപ്പസ്തോലന്മാർ നൽകിയിരുന്ന ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ അപ്പസ്തോലിക സഭയും പുനഃസ്ഥാപിക്കപ്പെടും. യേശുവായെ ഉപേക്ഷിച്ച് ഈസൂസിനെ സ്വീകരിച്ച ആർക്കും അപ്പസ്തോലിക സഭയിൽ അംഗങ്ങളാകാൻ സാധിക്കില്ല. യേശുവ മിശിഹാഹിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അപ്പസ്തോലിക സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കല്ലാതെ മറ്റാർക്കും യേശുവ രാജാവായി വാഴുന്ന രാജ്യത്ത് പ്രവേശനം ലഭിക്കുകയുമില്ല. അതുപോലെ തന്നെ അവൻ രാജാവായി വാഴുന്ന ദൈവരാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നില്ല. കാരണം മാറ്റ് പരിശോധിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. ഈ മാറ്റ് പരിശോധന എങ്ങനെയായിരിക്കും എന്നുകൂടി വ്യക്തമാക്കാം. 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കപ്പെടുന്ന സാത്താൻ കാലാവധി പൂർത്തിയാകുന്നതോടെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളം ആയിരിക്കും. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ. മാറ്റ് പരിശോധിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. 1000 വർഷം ദൈവരാജ്യത്ത് സമാധാനവും സന്തോഷവും ആസ്വദിച്ച ജനമാണ് സാത്താൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി അവനെ അനുഗമിക്കുന്നത്. യേശുവായുടെ ഭരണത്തിന് കീഴിൽ അനുഭവിച്ച സകല നന്മകളും ഒരു നിമിഷം കൊണ്ട് അവർ വിസ്മരിക്കും. മോശയുടെ അസാന്നിധ്യത്തിൽ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ ഇസ്രായേൽ ജനത്തെ പോലെ അവരും പ്രവർത്തിക്കുമെന്നാണ് പ്രവചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുമ്പോൾ ആ കാലയളവിലേക്ക് മാത്രമായി യേശുവ പിൻവാങ്ങും എന്ന സൂചന വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഗോഗ്, മാഗോഗ് എന്നിവയെ ഒന്നിച്ചു കൂട്ടി വിശുദ്ധർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാത്താൻ പുറത്തു വരുന്ന നാളുകളിലാണ് യേശുവായുടെ ഈ താൽക്കാലിക പിന്മാറ്റം സംഭവിക്കുന്നത്. അത് മാറ്റ് പരിശോധനയുടെ ഭാഗമാണ്. സാത്താനെ അനുഗമിക്കുന്നവരെല്ലാം ആ പരിശോധനയിൽ പരാജയപ്പെടും. അതായത് വിശുദ്ധർക്കെതിരെയുള്ള അന്തിമ യുദ്ധത്തിൽ അവർ സാത്താൻ്റെ പക്ഷം ചേരും. അല്പകാലത്തേക്ക് പിന്മാറിയ യേശുവ തിരികെ വരുന്നത് ആ യുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. അതാണ് അന്തിമ യുദ്ധം. ഈ യുദ്ധത്തിൽ വിശുദ്ധരുടെ പക്ഷം ചേരാനും സാത്താനെയും അവനെ അനുഗമിക്കുന്നവരെയും നിത്യശിക്ഷയ്ക്ക് വിധിക്കാനുമായി യേശുവ വരുന്നതിനെയാണ് 3-ാം വരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനസ്നാനം എന്ന വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് യേശുവായുടെ 3-ാം വരവിനെക്കുറിച്ച് ഒരു ലഘുവിവരണം ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് പൂർണ്ണത കൈവരികയുള്ളൂ. 3-ാം വരവ് എന്ന വാക്ക് ബൈബിളിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല. എന്തെന്നാൽ 3-ാം വരവ് എന്ന പ്രയോഗത്തോടെയല്ല ഇക്കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. യേശുവായുടെ ആഗമനം, പ്രത്യാഗമനം, പുനരാഗമനം, വീണ്ടും വരവ് എന്നിങ്ങനെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്
അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്ന തെറ്റിദ്ധാരണ പലരും വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ആ പ്രവചനങ്ങൾ ഒരിക്കൽ മാത്രം നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ചല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവയുടെ പ്രത്യാഗമനവും തുടർന്നുള്ള 1000 വർഷത്തെ അവൻ്റെ ഭരണവും വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥത്തിലും വെളിപാട് പുസ്തകത്തിലുമാണ്. ഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ്. ഈ വരവിലാണ് അവൻ ഭൂമി മുഴുവൻ്റെയും രാജാവായി ഭരണം നടത്തുന്നത്. 1000 വർഷം എന്ന പരാമർശം വെളിപാട് പുസ്തകത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഭൂമി മുഴുവൻ്റെയും രാജാവായി അവൻ വാഴുമെന്ന് ശെക്കര്യാഹ് പ്രവചിച്ചിരിക്കുന്നു. യെശയ്യാഹും ഇരമിയാഹും ഈ ഭരണത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാഹിൻ്റെ പ്രവചനങ്ങളിൽ ചിലത് ഇതിനോടകം നാം കണ്ടു കഴിഞ്ഞതിനാൽ ഇരമിയാഹിൻ്റെ ഒരു പ്രവചനം ശ്രദ്ധിക്കുക. ഇതാ, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. യാഹ്വേ അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. ഇരമിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 23-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെയെല്ലാം നാം വായിക്കുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ്. അതാണ് യേശുവയുടെ 2-ാം വരവ്. എന്നാൽ കേഫായുടെ ലേഖനത്തിൽ വായിക്കുന്നത് ഈ വരവിനെക്കുറിച്ചുള്ള പ്രവചനമല്ല, മറിച്ച് യേശുവ വന്ന് അന്ത്യവിധി നടപ്പാക്കുകയും ഭൂമി മുഴുവനെയും നശിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. കേഫായുടെ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യേശുവയുടെ ദിനം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം ഭൂമിയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവൻ്റെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. കേഫ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് യേശുവയുടെ 3-ാം വരവ്. യേശുവായും ഇത് പ്രവചിച്ചിട്ടുണ്ട്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യവിധിയെക്കുറിച്ചും ഭൂമിയുടെ സർവനാശത്തെക്കുറിച്ചുമാണ് യേശുവ ഇവിടെ പറയുന്നത്. കേഫായുടെ പ്രബോധനവും അതുതന്നെയാണ്. യെശയ്യാഹ്, യോയേൽ, മലാക്കി, സെഫാനിയാഹ് എന്നീ പ്രവാചകന്മാരും ഭൂമിയുടെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതായത് യേശുവയുടെ ഉടൻ സംഭവിക്കാനിരിക്കുന്ന വരവിൽ ഭൂമിയെ നശിപ്പിക്കുകയല്ല, ഭൂമി മുഴുവൻ്റെ രാജാവായി ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. 1000 വർഷത്തെ വാഴ്ച പൂർത്തിയാകുമ്പോൾ അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുകയും യേശുവ പിന്മാറുകയും ചെയ്യും. അതിനുശേഷമുള്ള വരവിലാണ് ഭൂമിയെയും ആകാശഗോളങ്ങളെയും നശിപ്പിക്കുകയും അന്ത്യവിധി നടപ്പാക്കുകയും ചെയ്യുന്നത്. ഈ വെളിപ്പെടുത്തൽ കൂടി ശ്രദ്ധിക്കുക. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ,
അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിക്കപ്പെടുന്നു. കേപ്പ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം. ഉടൻ സ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യത്തിലും അതിനുശേഷമുള്ള നിത്യജീവനിലും പ്രവേശനം സാധ്യമാകണമെങ്കിൽ യേശുവ മിശിഹായുടെ പേരിലുള്ള ജ്ഞാനസ്നാനം അനിവാര്യമാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തവർ ദൈവരാജ്യം കാണുക പോലുമില്ലെന്ന് ആ രാജ്യത്തിൻ്റെ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുവയുടെ പ്രഖ്യാപനത്തെ നിസ്സാരമായി ആരും കാണരുത്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമാണ് ജ്ഞാനസ്നാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്നാണ് യേശുവ കൽപ്പിച്ചതെന്ന് നമുക്കറിയാം. ഏതാണ് ആ പേര്? പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നവൻ്റെ ഒരേ ഒരു പേര് യേശുവ മിശിഹാഹ് എന്നാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ കേഫ ഇത് പ്രഖ്യാപിച്ചു. അതെ, കേഫ പ്രഖ്യാപിച്ച ജ്ഞാനസ്നാനമാണ് സ്വർഗത്തിൻ്റെ അംഗീകാരമുള്ള ഒരേ ഒരു ജ്ഞാനസ്നാനം. ഈ ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കുന്ന ഏലിയാഹിന് വഴിയൊരുക്കുക എന്ന ദൗത്യമാണ് മനോവയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പസ്തോലിക സഭയുടെ ജ്ഞാനസ്നാനം നിരോധിച്ചത് ശാപഗ്രസ്തർ. വിജാതീയനായ കോൺസ്റ്റന്റൈൻ വിളിച്ചു ചേർത്ത നിക്യാ സൂനകദോസിലാണ് യേശുവ മിശിഹാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലനായ ശൗൽ മുൻകൂറായി ശപിച്ചു തള്ളിയ സൂനകദോസാണ് നിക്യാ സൂനകദോസ്. എന്തെന്നാൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതൻ ആയിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ശൗൽ ആണ്. ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക. മിശിഹാഹിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും മിശിഹാഹിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കേഫ പ്രഖ്യാപിച്ചതും മറ്റ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചതുമായ ജ്ഞാനസ്നാനത്തെ നിരോധിക്കാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവകാശമില്ലെന്നിരിക്കെ ആരെങ്കിലും അതിന് മുതിർന്നാൽ അവർ ശപിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അപ്പസ്തോലനായ ശൗൽ തന്നെയാണ്. ഇത് ശൗലിൻ്റെ മാത്രം മുന്നറിയിപ്പായി ആരും കാണരുത്. വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ യേശുവ തന്നെയും അപ്പസ്തോല പ്രമുഖരായ കേഫ, യോഹന്നാൻ എന്നിവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശപിക്കപ്പെട്ടവർ അഥവാ ശാപഗ്രസ്തർ എന്ന വാക്ക് ഇവർ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വ്യാജ ഉപദേഷ്ടാക്കളെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അത് ശാപമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവ നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ജ്ഞാനസ്നാനമല്ലാതെ മറ്റൊരു ജ്ഞാനസ്നാനം പ്രസംഗിക്കുന്നവരും അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിശിഹാഹിനെ അല്ലാതെ മറ്റൊരു മിശിഹാഹിനെ പ്രസംഗിക്കുന്നവരും വ്യാജ പ്രവാചകന്മാരാണെന്ന് നാം തിരിച്ചറിയണം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവയ്ക്ക് പകരം കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിച്ച ഈസൂസിനെ പ്രസംഗിക്കുന്നവർ ആരു തന്നെയായിരുന്നാലും അവർ വ്യാജന്മാരാണ്. യേശുവയുടെ വാക്കുകൾ നോക്കുക. ഇതാ മിശിഹാഹ് ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ള മിശിഹാഹുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം
വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24 അധ്യായം 23-24 വാക്യങ്ങൾ. ഈസൂസ് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട മിശിയാഹ് ആണ് യേശുവ മുന്നറിയിപ്പ് നൽകിയ കള്ള മിശിയാഹ്. കേഫായുടെ മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കുക. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. കേഫായുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശപിക്കപ്പെട്ടവർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വ്യാജന്മാരെ കാത്തിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും അവരെ ഗ്രസിക്കുന്ന വിനാശത്തെക്കുറിച്ചും കേഫ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലത്തിൽ അത് ശാപം തന്നെയാണ്. പരിപൂർണ മനുഷ്യനായി വന്ന യേശുവായെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന വ്യാജന്മാരെക്കുറിച്ച് യോഹന്നാൻ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുവ മിശിയാഹ് മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ മിശിയാഹും. യോഹന്നാൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ദൈവരാജ്യം പ്രസംഗിക്കാനും ജ്ഞാനസ്നാനം നൽകാനും തൻ്റെ സഭയെ കെട്ടിപ്പടുക്കാനും യേശുവ അധികാരപ്പെടുത്തിയത് കേഫായെയും സഹ അപ്പസ്തോലന്മാരെയും ആയിരുന്നു. അവരുടെ പ്രബോധനങ്ങളെ അതേപടി ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രമാണ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി പരിഗണിക്കപ്പെടുന്നത്. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത് തങ്ങൾ തൊട്ടറിഞ്ഞ യേശുവായെയാണ്. അവൻ അവരിൽ നിന്ന് ഒന്നും മറച്ചുവെച്ചില്ല. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ദൈവരാജ്യത്തെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും അറിയേണ്ടതെല്ലാം അപ്പസ്തോലന്മാർക്ക് യേശുവ വെളിപ്പെടുത്തി. അവരിൽ നിന്ന് ഒന്നും അവൻ മറച്ചുവെച്ചില്ല. യേശുവ കൽപ്പിച്ചതെല്ലാം അപ്പസ്തോലന്മാർ ജനത്തോട് പ്രഖ്യാപിച്ചു. പാപമോചനത്തിനും രക്ഷയ്ക്കുമുള്ള ഏക മാർഗം എന്താണെന്ന് സകല മനുഷ്യരോടും പ്രഖ്യാപിച്ചത് അപ്പസ്തോലന്മാരാണ്. അവർ പ്രസംഗിച്ചതിനോട് ഒന്ന് കൂട്ടാനോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാനോ ആർക്കും അവകാശമില്ല. ഇവിടെയാണ് ഏലിയാഹിൻ്റെ ദൗത്യം പ്രസക്തമാകുന്നത്. അവൻ വന്ന് സകലതും പുനഃസ്ഥാപിക്കും എന്നത് യേശുവയുടെ മാറ്റമില്ലാത്ത പ്രഖ്യാപനമാണ്. അല്ലാത്ത പക്ഷം ഒരുവൻ പോലും ദൈവരാജ്യം കാണുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവചനം നോക്കുക. എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. യാഹ്വയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും.
മലാക്കി പ്രവചനം 4 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശുവ പ്രഖ്യാപിച്ച പുനഃസ്ഥാപിക്കലും മലാക്കിയുടെ പ്രവചനവും ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ സാധിക്കും. മലാക്കി പ്രവചിച്ചതും യേശുവ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു പുനഃസ്ഥാപിക്കലിനെ കുറിച്ചാണ്. പിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെയാണ് ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കും എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പിതാക്കന്മാരുടെ നിയമങ്ങളിലേക്ക് മക്കളെ തിരികെ കൊണ്ടുവരും എന്ന പ്രഖ്യാപനമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ്. മോശയുടെ നിയമത്തിൽ നിന്ന് ഇസ്രായേൽ ജനം അകന്നു പോയപ്പോഴെല്ലാം ആ നിയമത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്പസ്തോലിക പ്രബോധനങ്ങളാണ് പിതാക്കന്മാരുടെ നിയമങ്ങളായി പരിഗണിക്കേണ്ടത്. എന്തെന്നാൽ അപ്പസ്തോലന്മാർ പ്രബോധനം നൽകിയത് യേശുവ സ്ഥിരീകരിച്ച് ഉറപ്പിച്ച മോശയുടെ നിയമത്തിലും പ്രവാചക ലിഖിതങ്ങളിലും ഊന്നിയാണ്. അതായത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവാമിശിയാകിന്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ് ഏലിയാഹ് വന്ന് പുനഃസ്ഥാപിക്കുന്നത്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായത് യേശുവ മിശിയാകിന്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ്. ഏലിയാഹ് വന്ന് അത് പുനഃസ്ഥാപിക്കുന്നതോടെ അപ്പസ്തോലിക സഭയിൽ പ്രവേശിക്കാനുള്ള അവസരവും പുനഃസ്ഥാപിക്കപ്പെടും. അതുപോലെ തന്നെ മലാക്കിയുടെ പ്രവചനത്തിലെ ശാപം എന്ന പരാമർശവും ശൗൽ പറഞ്ഞ ശാപവും ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. യാഹ്വേ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കാൻ ഏലിയാഹിനെ അയക്കുമെന്നാണ് മലാക്കി പ്രവചിച്ചതെങ്കിൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിശിയാഹിനെ അല്ലാതെ മറ്റൊരു മിശിയാഹിനെ പ്രസംഗിക്കുകയോ അവർ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാകട്ടെ എന്നാണ് ശൗൽ പ്രഖ്യാപിച്ചത്. മലാക്കി പ്രവചിച്ചതും ശൗൽ പ്രഖ്യാപിച്ചതും ഒരേ ശാപത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിശിയാഹിന് പകരം ഈസൂസിനെ പ്രസംഗിക്കുകയും പാപമോചനത്തിനുള്ള ഏക മാർഗമായ യേശുവ മിശിയാഹിന്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിക്കുകയും ചെയ്തതാണ് ആ ശാപം. മലാക്കി പ്രവചിച്ചതുപോലെ യേശുവ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അവൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടണം. ഏലിയാഹ് വന്ന് സകലതും പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് യേശുവ ആയതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. യേശുവ മിശിയാഹിന്റെ പേരിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ശൗലിന്റെ ഈ ചോദ്യം അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പഠനം നാം ആരംഭിച്ചത്. ജ്ഞാനസ്നാനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇതിനോടകം ചില കാര്യങ്ങൾ വചനാധിഷ്ഠിതമായി നാം മനസ്സിലാക്കി. യേശുവ കൽപ്പിച്ചതും അപ്പസ്തോലന്മാർ പ്രാവർത്തികമാക്കിയതുമായ യഥാർത്ഥ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. പാപമോചനത്തിനായുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമാക്കാം. ആദ്യമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ജ്ഞാനസ്നാനം എന്നത് യേശുവ മിശിയാഹുമായുള്ള ശാശ്വതമായ ഉടമ്പടിയാണ് എന്ന സത്യമാണ്. ശാശ്വതമായ ഉടമ്പടിയിൽ ഒരുവൻ പ്രവേശിച്ചാൽ പിന്നീട് അവൻ മറ്റൊരു ഉടമ്പടിയുടെ ഭാഗമാകാൻ പാടില്ല. എന്തെന്നാൽ പുതിയ ഉടമ്പടിയിൽ ഒരുവൻ ഏർപ്പെടുന്നതോടെ പഴയ ഉടമ്പടി കാലഹരണപ്പെടും. യേശുവ മിശിയാഹിന്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ ഇക്കാര്യം വിസ്മരിക്കരുത്. യേശുവ തൻ്റെ സഭയോട് ആഹ്വാനം ചെയ്തതും ജ്ഞാനസ്നാനം നൽകുവിൻ എന്നാണ്. മാർക്കോയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം
16 അധ്യായം 15-16 വാക്യങ്ങൾ. നിർബന്ധപൂർവം നൽകേണ്ടതല്ല സ്നാനമെന്ന് യേശുവ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. വിശ്വസിച്ച് സ്വന്തം ആഗ്രഹപ്രകാരം മാത്രമേ സ്നാനം സ്വീകരിക്കാൻ പാടുള്ളൂ. ജ്ഞാനസ്നാനം നൽകേണ്ടതും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ മാത്രമാണ് ജ്ഞാനസ്നാനം സാധുവാകുന്നത്. വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തി സ്നാനം ആവശ്യപ്പെട്ടാൽ അവന് സ്നാനം നിഷേധിക്കാൻ പാടില്ല. പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും ദൈവരാജ്യത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കാനാണ് ശിഷ്യന്മാർ അയക്കപ്പെട്ടത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോടാണ് യേശുവ ഈ ആഹ്വാനം നടത്തിയതെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണ്. സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നതാണ് യേശുവായുടെ വാഗ്ദാനം. എന്നാൽ വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും എന്ന മുന്നറിയിപ്പും അവൻ നൽകിയിട്ടുണ്ട്. ജനതകൾ കൂട്ടത്തോടെ ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സുവിശേഷം പ്രസംഗിക്കാനും ജ്ഞാനസ്നാനം നൽകാനുമായി അയക്കപ്പെട്ടവർ അത് ചെയ്യുന്നില്ലെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിക്കാനുള്ള അവസരം ജനതകൾക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാരണത്താൽ ക്രിസ്ത്യാനികളും വിചാരണ നേരിടേണ്ടി വരും. യേശുവ ഭരമേൽപ്പിച്ച ശുശ്രൂഷയിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ അവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. യേശുവായുടെ ആഹ്വാനവും വാഗ്ദാനവും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശുവ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ, സമയത്തിൻ്റെ അവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം സ്വീകരിക്കുന്നവർ തങ്ങൾക്ക് ജ്ഞാനസ്നാനം വേണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണ്. ജ്ഞാനസ്നാനം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്തെന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ജ്ഞാനസ്നാനം നൽകാനാണ് യേശുവ ആഹ്വാനം ചെയ്തത്. ഇവിടെ അവൻ പറഞ്ഞത് പേരുകളിൽ എന്നല്ല, പേരിൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഒരേ ഒരു പേരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യേശുവ ആ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. പേരിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വ്യക്തമാക്കിയതിന് ശേഷം ആ പേര് നമുക്ക് കണ്ടെത്താം. ഒരുവൻ തൻ്റെ സ്വത്തുക്കൾ തൻ്റെ പുത്രന് ഇഷ്ടദാനം ചെയ്യുമ്പോൾ എൻ്റെ സ്വത്തുക്കളുടെ മേലുള്ള അവകാശം എൻ്റെ പുത്രന് ഇഷ്ടദാനം ചെയ്തുവെന്നായിരിക്കുമോ എഴുതുന്നത്? പുത്രന് അഥവാ പുത്രൻ്റെ പേരിൽ ഇഷ്ടദാനം ചെയ്യുന്നു എന്ന് എഴുതിയാൽ ആ രേഖയ്ക്ക് നിയമപരമായ സാധുത ഉണ്ടായിരിക്കില്ല. സ്വത്തുക്കൾ ഇഷ്ടദാനം ചെയ്യുമ്പോൾ ആർക്കാണോ അത് ലഭിക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് വ്യക്തമായി എഴുതണമെന്ന് നിയമപരമായി നിർബന്ധമുണ്ട്. ലോകത്തിൻ്റെ നിയമത്തിൽ പോലും പേരിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ജനന സാക്ഷ്യപത്രത്തിൽ രേഖപ്പെടുത്തിയ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിയമപരമായ അനേകം നടപടിക്രമങ്ങൾ പാലിക്കണം. പഴയ പേരും പുതിയ പേരും നിലവിലെ മേൽവിലാസവും മാത്രമല്ല, പേര് മാറ്റാനുള്ള കാരണവും വ്യക്തമാക്കിക്കൊണ്ടുള്ള സത്യവാങ്മൂലം തയ്യാറാക്കിയ ശേഷം നോട്ടറിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് ആദ്യത്തെ നടപടിക്രമം. അടുത്ത നടപടിക്രമം ഗസറ്റിൽ പരസ്യം ചെയ്യലാണ്. മൂന്നാമത്തെ നടപടിക്രമമായി പത്രങ്ങളിൽ പരസ്യം ചെയ്യണം. 2 പ്രമുഖ പത്രങ്ങളിലാണ് പരസ്യം ചെയ്യേണ്ടത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിലും ഒരു പ്രാദേശിക ഭാഷാ പത്രത്തിലും പരസ്യം ചെയ്യണമെന്നാണ് ഇന്ത്യയിലെ നിയമം. ഇവ കൂടാതെ സങ്കീർണമായ മറ്റൊരു നടപടിക്രമം കൂടിയുണ്ട്. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം
ആ ഗസറ്റ് വിജ്ഞാപനം ഉപയോഗിച്ച് എല്ലാ പ്രധാന രേഖകളിലും പുതിയ പേര് ചേർക്കണം. പാസ്പോർട്ട്, ആധാർ, ലൈസൻസുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഒരക്ഷരം മാത്രം മാറ്റുന്നതിനും ഈ നടപടിക്രമങ്ങളെല്ലാം പാലിക്കണം. ഈ ലോകം പോലും പേരിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം വ്യക്തമാക്കാനാണ് ഇതിവിടെ കുറിച്ചത്. ലോകം നൽകിയിട്ടുള്ളതിൻ്റെ അനേകം മടങ്ങ് ഗൗരവമാണ് ദൈവം പേരിന് നൽകുന്നതെന്ന് ബൈബിളിലുടനീളം പഠനം നടത്തുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ നിലവിലുണ്ടായിരുന്ന പേരിന് പകരം പുതിയ പേര് ദൈവം നൽകിയിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളോടെ ചിലരുടെ പേരുകൾ അവൻ പരിഷ്കരിച്ചിട്ടുള്ളതായും മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാം എന്ന പേര് അബ്രാഹം എന്നാക്കിയതും സാറായി എന്ന പേര് സാറ എന്നാക്കിയതും അങ്ങനെയാണ്. മാത്രവുമല്ല, യാക്കോബിന് ഇസ്രായേൽ എന്ന പേരും ശിമയോന് കേഫ എന്ന പേരും അവൻ നൽകി. ഇവരുടെ പേരുകൾ മാറ്റിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്തെന്നാൽ പുരാതന ഇസ്രായേലിൻ്റെ പിതാവാണ് ഇസ്രായേൽ എന്ന് പേര് ലഭിച്ച യാക്കോബ് എങ്കിൽ ആധുനിക ഇസ്രായേലിനെ യേശുവ സ്ഥാപിച്ചത് കേഫ എന്ന പാറമേലാണ്. ഈ സഭയിലേക്കാണ് ജ്ഞാനസ്നാനത്തിലൂടെ ഒരുവൻ പ്രവേശിക്കുന്നത്. മറ്റൊരു പ്രധാന പേരുമാറ്റം കൂടി പുരാതന ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. അത് ഹോശയ എന്ന പേരുണ്ടായിരുന്ന നൂനിൻ്റെ മകന് യോശുവ എന്ന് പേര് നൽകപ്പെട്ടതാണ്. മോശയാണ് അവൻ്റെ പേര് മാറ്റിയത്. ഈ തിരുവെഴുത്ത് ശ്രദ്ധിക്കുക. നൂനിൻ്റെ മകൻ ഹോശയായ്ക്ക് മോശ യോശുവ എന്ന് പേര് കൊടുത്തു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യം. യോശുവ എന്ന പേരിനും ഈ പേരിൻ്റെ ഉടമയ്ക്കും യേശുവായുമായി ചില സമാനതകൾ ഉള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് പേരുകളുടെയും യഥാർത്ഥ അർത്ഥം യാഹ്വേ രക്ഷയാകുന്നു അഥവാ ഞാൻ രക്ഷയാകുന്നു എന്നാണ്. പുരാതന ഇസ്രായേലിന് അതിർത്തികൾ നിശ്ചയിച്ച് നൽകുകയും ഇസ്രായേൽ എന്ന പേര് രാജ്യം സ്ഥാപിക്കുകയും ചെയ്തത് യോശുവ ആയിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുകയും ആധുനിക ഇസ്രായേലിന് തുടക്കമിടുകയും ചെയ്തവനാണ് യേശുവ. പുരാതന ഇസ്രായേലിൻ്റെ നായകനും സർവ്വസൈന്യാധിപനും യോശുവ ആയിരുന്നുവെങ്കിൽ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴാനിരിക്കുന്നവനും സൈന്യങ്ങളുടെ ദൈവവും യേശുവയാണ്. യോശുവ എന്ന ജനനായകൻ വരാനിരിക്കുന്ന യേശുവയുടെ നിഴലായിരുന്നു. പേരിൻ്റെ പ്രാധാന്യമാണ് ഇതുവരെ നാം പരിശോധിച്ചത്. പേരിനെ അതീവ ഗൗരവത്തോടെ പരിഗണിക്കുന്ന യേശുവ അരുളി ചെയ്തത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ജ്ഞാനസ്നാനം നൽകണമെന്നാണ്. പേരുകളിൽ എന്നല്ല, പേരിൽ എന്നാണ് യേശുവ അരുളി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പേര് ഏതാണെന്ന് കണ്ടെത്തണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ആരാണെന്നും അവൻ്റെ പേര് എന്താണെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശയ്യാവിൻ്റെ പ്രവചനം നോക്കുക. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ രാജപീഠത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ യാഹ്വയുടെ തീഷ്ണത ഇത് നിറവേറ്റും. യെശയ്യാവിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നത് യേശുവായാണെന്ന് ഈ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദിൻ്റെ രാജപീഠത്തിൽ ഭരണം നടത്താനിരിക്കുന്നത് യേശുവായാണ്. അതായത് യേശുവ മിശിഹാഹിൻ്റെ പേരിലാണ് ജ്ഞാനസ്നാനം നൽകേണ്ടത്. ഈ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ. പാപം മോചിക്കപ്പെടാതെ ആർക്കും മിശിഹാഹിൻ്റെ സഭയുടെ ഭാഗമാകാൻ സാധിക്കുകയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത്
മറ്റേതെങ്കിലും സ്നാനം കൊണ്ട് പാപമോചനം സാധ്യമാകുമെന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്നും ആരും വ്യാമോഹിക്കരുത്. പൈശാചികതയിൽ അധിഷ്ഠിതമായ വിജാതീയ മതങ്ങളിലും സ്നാനങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യയിലെ ഹൈന്ദവർ നടത്തുന്ന കുംഭമേളയും ഒരു സ്നാനമാണ്. ശിവന്റെ പേരിലുള്ള ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സ്നാനഘട്ട് ഉള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരുവൻ ഹിന്ദു മതത്തിലേക്ക് മതം മാറാൻ താൽപ്പര്യപ്പെടുമ്പോൾ അവനു വേണ്ടി നടത്തുന്ന ശുദ്ധീകരണ ചടങ്ങിനെ ശുദ്ധികർമ്മം എന്ന് വിളിക്കാറുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് ഹിന്ദുമതത്തിൽ ചേരുന്ന വ്യക്തിയെ മന്ത്രോച്ചാരണങ്ങളോടെ ശുദ്ധീകരിച്ച പുണ്യജലം തളിച്ച് ശുദ്ധീകരിക്കുന്നു. ഈ ക്രിയയെ പുണ്യാഹജലം തളിക്കൽ എന്നാണ് സാധാരണയായി പറയാറ്. മന്ത്രങ്ങൾ ചൊല്ലി അരി, തുളസി, നെല്ല്, ചന്ദനം, ദർഭ തുടങ്ങിയ വസ്തുക്കൾ ഇട്ട വെള്ളം തളിച്ചാണ് ശുദ്ധീകരിക്കുന്നത്. ഇതും സ്നാനം തന്നെയാണ്. എന്നാൽ പാപമോചനം നൽകാൻ ഈ സ്നാനങ്ങളിൽ ഒന്നിനു പോലും കഴിയില്ലെന്ന് മാത്രമല്ല, പൈശാചികതയിൽ ഉറപ്പിച്ചു നിർത്താൻ അവ കാരണമാകുകയും ചെയ്യും. പാപമോചനം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് യേശുവ മിശിഹായുടെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിൽ മാത്രമാണ്. സ്നാപക യോഹന്നാൻ്റെ സ്നാനത്തിലൂടെ പോലും പാപമോചനം സാധ്യമാകില്ലെന്നിരിക്കെ മറ്റേതെങ്കിലും സ്നാനത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വിജാതീയ മതങ്ങളിലും സ്നാനമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കിയത് യേശുവ മിശിഹായുടെ പേര് പറയാതെയുള്ള സ്നാനങ്ങളുടെ വ്യർത്ഥത ചൂണ്ടിക്കാണിക്കാനാണ്. യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചവരോട് യേശുവായുടെ പേരിലുള്ള സ്നാനം സ്വീകരിക്കാൻ ശൗൽ നിർബന്ധിച്ചതായി ബൈബിളിൽ വായിക്കാൻ സാധിക്കും. ഈ വിവരണം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അപ്പൊല്ലോ കൊറിന്തിലായിരുന്നപ്പോൾ ശൗൽ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം. അപ്പോൾ ശൗൽ പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവായിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് നാഥനായ യേശുവായുടെ പേരിൽ സ്നാനം സ്വീകരിച്ചു. ശൗൽ അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ യേശുവ മിശിഹായുടെ പേരിലുള്ള ജ്ഞാനസ്നാനം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞിരിക്കണം. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന അപ്പസ്തോലിക വിളംബരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കേഫ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവ മിശിഹായുടെ പേരിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം. രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗവും യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശുവ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പേരും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു പേരാണെങ്കിൽ ആ പേരിലാണ് രക്ഷയ്ക്കായുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത്. രക്ഷ പ്രാപിച്ചവർ ദൈവരാജ്യം കാണുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പസ്തോലിക സഭയിൽ അംഗമാകുന്നത് രക്ഷ പ്രാപിക്കുന്നവർ മാത്രമാണ്. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും
വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദൈവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ യേശുവ അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഈ സഭയിലെ അംഗങ്ങളെക്കുറിച്ച് കേഫ വെളിപ്പെടുത്തിയത് എന്താണെന്ന് നോക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. കേഫായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പസ്തോലനായ ശൗലിൻ്റെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. ഇതാണ് അപ്പസ്തോലിക സഭ. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എങ്ങനെ? ജ്ഞാനസ്നാനം എന്നത് ഒരു ഉടമ്പടിയാണ്. ഏതൊരു ഉടമ്പടിയിലും വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന കാലത്തോളമേ ഉടമ്പടി സാധുവായിരിക്കുകയുള്ളൂ. അതായത് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ ഉടമ്പടി അസാധുവാകും. ജ്ഞാനസ്നാനത്തിലൂടെ ശാശ്വതമായ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിനുള്ള വ്യവസ്ഥ എന്നത് അപ്പസ്തോലിക സഭയുടെ വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണം ഓരോ സ്നാനാർത്ഥിയും അതരം കൊണ്ട് ഏറ്റുപറയണം. സ്നാനം നൽകുന്ന വ്യക്തിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് സ്നാനം സ്വീകരിക്കുന്ന വ്യക്തി തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്. ഉപേക്ഷിക്കപ്പെടേണ്ട തിന്മകളെക്കുറിച്ചും യേശുവായിലുള്ള വിശ്വാസം സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരിക്കും. തിന്മയായത് ഉപേക്ഷിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഉപേക്ഷിക്കുന്നു എന്നാണ് പറയേണ്ടത്. യേശുവായെ സംബന്ധിക്കുന്ന സത്യങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടിയായി വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. പൂർണ്ണമായ അറിവോടെയും സമ്മതത്തോടെയും ആഗ്രഹത്തോടെയും ആണോ നീ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി പറയേണ്ടത് പൂർണ്ണമായ അറിവോടെയും സമ്മതത്തോടെയും ആഗ്രഹത്തോടെയുമാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്നാണ്. നീ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് മറ്റാരുടെയെങ്കിലും പ്രേരണയാലാണോ എന്ന ചോദ്യത്തിന് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരമാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്ന് മറുപടി പറയണം. യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നൽകാൻ ഏതൊരു ക്രിസ്ത്യാനിക്കും അധികാരമുണ്ട്. സ്നാനം നൽകുന്ന വ്യക്തിയുടെ ഏതെങ്കിലും പ്രത്യേക പദവിയോ യോഗ്യതയോ അല്ല ജ്ഞാനസ്നാനത്തെ സാധുവാക്കുന്നത്. മറിച്ച് സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും ആഗ്രഹവുമാണ് പ്രധാനം. പാപം മോചിക്കപ്പെടാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും ആഗ്രഹിക്കുന്നവരെല്ലാം യേശുവ മിശിഹായിൽ വിശ്വസിച്ച് അവൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്നതാണ് നാം ഗൗരവമായി മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം. പ്രായഭേദമന്യേ സകലർക്കും ഈ നിയമം ബാധകമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നത് വ്യക്തിപരമായി ഒരുവൻ ചെയ്ത പാപത്തിന് മാത്രമല്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ ഓരോ മനുഷ്യനും പാപാവസ്ഥയിലാണ്. അതിനാൽ തന്നെ യേശുവ മിശിഹായിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഒരു ശിശുവിന് പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ബൈബിളിലെ ഒരു പ്രബോധനം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. റോമ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. 17 മുതലുള്ള വാക്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നേടിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുവ മിശിഹായ് എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം
എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ നാഥനായ യേശുവ മിശിഹായിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. റോമാലേഖനം 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പ്രായപൂർത്തിയായ ഒരുവന് സ്നാനം നൽകുമ്പോൾ അവൻ്റെ വിശ്വാസവും പശ്ചാത്താപവും പരിഗണിക്കപ്പെടുമെങ്കിലും ശിശുക്കൾക്ക് സ്നാനം നൽകുമ്പോൾ പരിഗണിക്കപ്പെടുന്നത് അവരുടെ മാതാപിതാക്കളുടെ വിശ്വാസമാണ്. കാരണം ശിശുക്കൾക്ക് സ്നാനം നൽകാൻ അവരുടെ പശ്ചാത്താപം ആവശ്യമില്ല. അവർ പാപം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അത്. എന്നാൽ സകല മനുഷ്യരെയും ഗ്രസിച്ച മൂലപാപം ശിശുക്കളെയും വേട്ടയാടുന്നുണ്ട്. യേശുവായുടെ പേരിലുള്ള ജലസ്നാനത്തിലൂടെ അതിന് പരിഹാരമാകും എന്നതുകൊണ്ടാണ് ശിശുക്കൾക്ക് ജലസ്നാനം മാത്രം നൽകുന്നത്. അവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന പ്രായമാകുമ്പോൾ ആത്മാവിലുള്ള സ്നാനത്തിൻ്റെ അടയാളമായ തൈലാഭിഷേകം നൽകണം. അപ്പോൾ അവർ തങ്ങളുടെ വിശ്വാസം സ്വയം ഏറ്റുപറയുകയും പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അവർ മരണപ്പെട്ടാലും യേശുവ മിശിഹായിൻ്റെ പേരിൽ ജലസ്നാനം സ്വീകരിച്ചവരായതുകൊണ്ട് അവർക്ക് ദൈവരാജ്യം നിഷേധിക്കപ്പെടുകയില്ല. യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയും ആ പേര് പോലും അറിയാതെയും മരണപ്പെട്ടു പോയ പൂർവികർ നമുക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കാൻ ജീവിച്ചിരിക്കുന്ന നമുക്ക് അവസരം നൽകിയിരിക്കുന്നുവെന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സത്യം. ഇത് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യമാണ് വെളിവാക്കുന്നത്. മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഒരിക്കൽ അവൻ തൻ്റെ അനന്ത കാരുണ്യം വെളിപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെയാണ് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ യേശുവയുടെ പേര് അറിയാൻ കഴിയാതിരിക്കുകയും അവൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ മരണമടയുകയും ചെയ്തവർക്ക് നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ അവൻ അവസരമൊരുക്കിയത്. അപ്പസ്തോലന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ശൗൽ നൽകുന്ന സൂചന നോക്കുക. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? കോറിന്തുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാം വാക്യം. അപ്പസ്തോലന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന ഈ സ്നാനം അവഗണിക്കപ്പെട്ടുവെങ്കിൽ അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം പോലും നിരോധിച്ചവരാണ് നിക്യ വിശ്വാസ പ്രമാണത്തിൻ്റെ വക്താക്കൾ. മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ തങ്ങളുടെ പൈശാചിക തീരുമാനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അവർക്കറിയാം. അനേകരെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സാത്താൻ കോൺസ്റ്റന്റൈനിലൂടെ യഥാർത്ഥ ജ്ഞാനസ്നാനം നിരോധിച്ചത്. അപ്പസ്തോലിക പാരമ്പര്യങ്ങളിലേക്ക് ആരെങ്കിലും തിരികെ പോകുകയും യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാതിരിക്കാൻ സാത്താനും അവൻ്റെ അനുചരന്മാരും നിതാന്ത ജാഗ്രത പുലർത്തുന്നു. യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടുകയും മരിച്ചവർക്ക് വേണ്ടി ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള ബോധ്യത്തിലേക്ക് വിശ്വാസികൾ നയിക്കപ്പെടുകയും ചെയ്താൽ തകർന്നടിയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ അധിഷ്ഠിതമായി കെട്ടിപ്പൊക്കിയ കോൺസ്റ്റന്റൈൻ സഭകളുടെ അസ്ഥിവാരവും സാത്താൻ്റെ സാമ്രാജ്യവുമാണ്. യേശുവ കൽപ്പിച്ച ജ്ഞാനസ്നാനമാണ് നിക്യ സൂനോദോസിൽ നിരോധിച്ചത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ജ്ഞാനസ്നാനം നൽകാൻ യേശുവ കൽപ്പിച്ചപ്പോൾ ആ പേര് ഏതാണെന്ന് അറിയാമായിരുന്ന കേഫായും മറ്റ് അപ്പസ്തോലന്മാരും
ആ പേരിൽ ജ്ഞാനസ്നാനം നൽകി. ഈ ജ്ഞാനസ്നാനം നിരോധിച്ചതിലൂടെ നിക്കാ സുനോദോസിനെ നയിച്ച ആത്മാവ് ഏതാണെന്ന് വെളിപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും എന്നാണ് യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവൻ്റെ പ്രഖ്യാപനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഏലിയാഹു വരുമ്പോൾ എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് യേശുവ ആയതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏലിയാഹു വരുമ്പോൾ നാം എല്ലാവരും യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായി അവൻ കാണുമ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ആയതിനാൽ യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അപ്പസ്തോലിക സഭയുടെ ഭാഗമാകാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെ നാം അവഗണിക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയാൽ അതോടൊപ്പം നഷ്ടപ്പെടുന്നത് ദൈവരാജ്യവും നിത്യജീവനുമായിരിക്കും. അതുപോലെ തന്നെ യേശുവയുടെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ കഴിയാതെ മരണമടഞ്ഞ നമ്മുടെ പൂർവികരോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. യേശുവയുടെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ കഴിയാതെ പോയത് മാത്രമായിരിക്കാം അവരുടെ അയോഗ്യത. ആ അയോഗ്യത പരിഹരിക്കപ്പെട്ടാൽ അവർക്ക് പർദീസായിൽ പ്രവേശിക്കാനും യേശുവയുടെ പ്രത്യാഗമനത്തിൽ അവനോടൊപ്പം ദൈവരാജ്യത്ത് പ്രവേശിക്കാനും സാധിക്കും. ഒരു കാര്യം മറക്കാതിരിക്കുക. എന്തെന്നാൽ ജ്ഞാനസ്നാനം എന്നത് കേവലം ഒരു ശുദ്ധീകരണ കർമ്മമല്ല, മറിച്ച് ഒരു വ്യക്തിയെ യേശുവ മിശിഹാവിനോടൊപ്പം മരണത്തിലും ഉയർപ്പിലും പങ്കാളിയാക്കുകയും ജലത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും പുതിയൊരു ജീവിതത്തിലേക്ക് പുനർജനിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. തങ്ങൾക്ക് വേണ്ടിയോ തങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയോ യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഭൂമിയുടെ ഏത് കോണിൽ ജീവിക്കുന്നവരായാലും മനോവ അവരെ അതിന് സഹായിക്കും. ലൗകികമായ നഷ്ടങ്ങളെ പ്രതി ദൈവരാജ്യം നിങ്ങൾ നഷ്ടമാക്കരുത്. അതായത് സെമിത്തേരിയിലെ 6 അടി മണ്ണിനെ പ്രതി ദൈവരാജ്യം നഷ്ടമാക്കിയാൽ അത് തിരിച്ചു നൽകാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. യേശുവയുടെ പ്രഖ്യാപനം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. പ്രഖ്യാപനം ഇതാണ്. യേശുവ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോൻ ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശുവ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടതും നൽകേണ്ടതും എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വിവരണം മനോവ ബൈബിളിൽ പ്രാർത്ഥനകൾ എന്ന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. യേശുവ മിശിഹാവിൻ്റെ പരിശുദ്ധമായ പേരിന് മഹത്വം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുകയും ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. വേഗം വരാനിരിക്കുന്ന യേശുവ മിശിഹാവിൻ്റെ പരിശുദ്ധമായ പേരിന് മഹത്വം.